തൃപ്പൂണിത്തുറയിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാകിസ്ഥാൻ പതാകയും. ഉദയംപേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലാണ് പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചത്. 40 ദിവസം നീണ്ട യഫദ 2025 എന്ന പരിപാടിയിലാണ് പാകിസ്ഥാൻ പതാകയും ഉൾപ്പെടുത്തിയത്. BJP എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ്റെ പരാതിയിൽ ഉദയംപേരൂർ പോലീസ് കേസെടുത്തു. മതസ്പർദ്ധയ്ക്കും കലാപാഹ്വാനത്തിനുമാണ് കേസ്. പാകിസ്ഥാൻ പതാക പൊതുസ്ഥലത്ത് പരസ്യമായി പ്രദർശിപ്പിച്ച് ആരാധന നടത്തിയെന്ന് FIR. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, ഗുരുതരമായൊരു തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ഉദയംപേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ പതാക ഉപയോഗിച്ചു എന്ന പരാതി ഉദയംപേരൂർ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ തുണ്ടിയിലാണ് പരാതിക്കാരൻ. ശ്രീകുട്ടൻ നൽകിയ പരാതിയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. 40 ദിവസം നീണ്ടുനിന്ന പാസ്റ്റർമാരുടെ പരിപാടി യഫദ 2025 എന്നാണ് ഇതിന് പേര് നൽകിയിരുന്നത്. ഈ പരിപാടിയിലാണ് മറ്റ് 20 രാജ്യങ്ങളുടെ പതാകയ്ക്കൊപ്പം പാകിസ്ഥാന്റെ പതാകയും ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഉദയംപേരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മതസ്പർദ്ധയ്ക്കും കലാപാഹ്വാനത്തിനുമാണ് കേസെടുത്തിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 196 പ്രകാരം 1A വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. പാകിസ്ഥാന്റെ പതാക പൊതുസ്ഥലത്ത് പരസ്യമായി പ്രദർശിപ്പിച്ച് ആരാധന നടത്തി എന്നതാണ് FIRൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. എന്നാൽ രാജ്യങ്ങളുടെ സമാധാനത്തിനായാണ് തങ്ങൾ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ഈ സംഘാടകർ പറയുന്നത്. പാസ്റ്റർ ദീപു എന്നയാളായിരുന്നു ഈ പരിപാടിയുടെ സംഘാടകർ. പാസ്റ്റർ ദീപുവിനെതിരെയാണ് ഇപ്പോൾ ഉദയംപേരൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നതും പാസ്റ്റർ ദീപുവിനെതിരെ തന്നെയാണ് ഉദയംപേരൂർ പോലീസ് കേസ് എടുത്തിരിക്കുന്നതും. കൃഷ്ണരാജ്.